Hello guys, welcome back to my YouTube channel Kavya Talkies. Time 7:30 AM in Saudi Arabia. ഇപ്പം നാട്ടിൽ 8:30 9:30 10 മണിയായിട്ടുണ്ടാവും. നോർമലി സൗദിയിൽ 10 10:30 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ എണ്ണിക്കാറ്. പക്ഷെ ഇന്ന് എന്തോ നേരത്തെ ഉണർന്നു പോയി. അപ്പോൾ ഐ തിങ്ക് ലെറ്റ്സ് ടേക്ക് എ വീഡിയോ ഓഫ് എ ഡേ ഇൻ മൈ ലൈഫ്, എ നോർമൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എണ്ണീറ്റതേ ഉള്ളൂ, കട്ടിലിൽ തന്നെ ഇരിക്കുക, മുഖം പോലും കഴുകിയിട്ടില്ല. അപ്പോൾ ഈ അവസ്ഥയ്ക്ക് ഇങ്ങനെയായിരിക്കും. ഇനി ഞാൻ ബെഡ് സെറ്റ് ചെയ്തിട്ട് ആദ്യം പല്ലേക്കും പ്രാഥമിക കർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് മുഖം ഒന്ന് നമ്മുടെ ഡോക്ടർ ഷെത്തിൻ്റെ ഫേസ് വാഷ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിട്ടൊന്ന് കഴുകി ഇത്തിരി സെറോ ഇട്ടാൽ എൻ്റെ സ്കിൻ കെയർ, എൻ്റെ ലൈഫിൽ സ്കിൻ കെയർ തീർന്നു. അതും ചെയ്തിട്ട് ബെഡ് പിടിച്ചിടാം, ബെഡും സെറ്റ് ചെയ്ത് കഴിയും. പിന്നെ ഒരു പരിപാടിയായിട്ട് നമുക്ക് തുടങ്ങാം. സോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അങ്ങനെ ഞാൻ എണ്ണീറ്റു, പല്ല് തേച്ചു. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഐലൈനറൊക്കെ ഇട്ടു. നോർമലി ഞാൻ ഇതൊന്നും ഇട്ടിട്ടല്ല വീട്ടിൽ നിൽക്കുന്നത്. ആൻഡ് ബെഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. മൈ വാട്ടർ ബോട്ടിൽ ഇതിപ്പം ആദ്യം യൂസ് ചെയ്യുന്നുണ്ട്. വെള്ളം ഇല്ല, വെള്ളമൊക്കെ കുടിച്ചു തീർത്തു. നമ്മുടെ വേസ്റ്റ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് കളഞ്ഞില്ല. വേസ്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്, മറന്നുപോയി കാണും. ആൻഡ് സംതിങ് ഹാപ്പൻ ടു മൈ ടോയ്ലറ്റ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങും അല്ലെ. ഞാൻ തന്നെ എൻ്റെ ഹെയർ കട്ട് ചെയ്തായിരുന്നു, അതാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. ഞാനൊരു ലെയർ അങ്ങ് കട്ട് ചെയ്തു. കാരണം മുടി കൊഴിച്ചെന്ന് പറഞ്ഞാൽ കണ്ടമാനം മുടി കൊഴിച്ചിലായതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ഹെയർ ഇങ്ങനെ ലെയറിലങ്ങ് വെട്ടി. ഐ തിങ്ക് ലാസ്റ്റ് വീഡിയോ ഷോർട്സിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഹെയർ ഇങ്ങനെ കട്ട് ചെയ്തു. അതാണ് കുറച്ച് പാർട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ദോശയും ചിക്കൻ കറിയുമാണ്. ചിക്കൻ കറി ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ട്. ആദ്യം രാവിലെ ഇതെടുത്ത് കഴിച്ചിട്ട് കുറച്ച് അതിനകത്ത് ഇട്ടിട്ട് പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ദോശ ഉണ്ടാക്കാം, ചിക്കൻ കറിയും കൂട്ടി കഴിച്ചിട്ടാവാം ബാക്കി പരിപാടികൾ. സോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ദോശ ആൻഡ് ചിക്കൻ കറി. ചിക്കൻ കറി ഇന്നലെ ഉണ്ടാക്കിയതാ. ഇത് കഴിച്ചിട്ട് ഞാൻ 2-3 ദിവസമായി ചോറുണ്ടാക്കിയിട്ട്. ബിക്കോസ് 2 ദിവസം ഞാൻ ചോറ് കഴിച്ചിട്ട്, കാരണം എനിക്ക് മാത്രം ചോറ് മതിയല്ലോ, അതുകൊണ്ട് ഈ കുറച്ച് മടുപ്പാണ് ചോറ് വെക്കാൻ. പിന്നെ വേറെ ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ റോള് പോലൊരു സംഭവം, ചപ്പാത്തി മുട്ട ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ ചപ്പാത്തി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കഴിക്കില്ല, വെജിറ്റബിൾസ് ഒക്കെ നടുക്ക് വെച്ച് അങ്ങനെ സംഭവം ഉണ്ടാക്കി കഴിച്ചു. ഒറ്റൊരാൾക്ക് വേണ്ടി ചോറ് കറികളൊക്കെ വെക്കാൻ ഇപ്പം അതും കൂടെ കഴിക്കുമെങ്കിൽ ഓക്കെ, നമുക്ക് വെക്കാം. കഴിയൂല, സോ ഞാൻ വെച്ചില്ല. പക്ഷെ ഇന്ന് നമുക്ക് ചോറ് വെക്കണം, കാരണം ദോശയുടെ മാവൊക്കെ കഴിഞ്ഞു.
ചോറ് വെച്ചാലും വൈകിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പം ചോറ്, അങ്ങനെ എന്തെങ്കിലും കുറച്ച് പരിപാടികൾ. ഇന്ന് കുക്കിംഗ് ഉണ്ട്. കുക്കിംഗ് ഇല്ലാത്ത ദിവസം ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ കുക്കിംഗ്. സോ അപ്പം ഞാൻ അത് കഴിക്കട്ടെ, ദെൻ നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ദെൻ നമ്മളുടെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനി ലഞ്ച് എന്ത് കഴിക്കും? ഞാൻ വിചാരിച്ചു ലെറ്റ്സ് മേക്ക് ഒരു വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ എന്നാണ് ഞാൻ വെജല്ല, ഒരു എഗ് ഫ്രൈഡ് റൈസ് പോലെ എന്തെങ്കിലും. ബസ്മതി റൈസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഞാൻ ഇതുവരെ അത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. സോ അത് എത്ര ടൈം എടുക്കും വേവാൻ, ആൻഡ് വെന്ത് പന്നലായി പോകുന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ട്. എന്നാലും അതൊന്ന് ഒരു വെജ് ഫ്രൈഡ് റൈസ് ആയപ്പോൾ നമുക്ക് വേറെ കുറേ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ചോറ് വെക്കുവാണെങ്കിൽ ചോറ് വേണം, ഒഴിക്കാൻ വേണം, കറി വേണം, എന്തെങ്കിലും അല്ലാതെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ഇത് നമ്മൾ പുതുതായിട്ടൊന്ന് ട്രൈ ചെയ്യാം. ദെൻ ബസ്മതി റൈസുമായിട്ടൊന്ന് മിങ്കിളാവാം, എന്നിട്ടാണ് എനിക്കൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ. സോ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്ന് നമ്മൾ എഗ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അപ്പം ടൈം എന്തായി കാണും? ടൈം 8:30 ആവുന്നതേ ഉള്ളൂ. ഇഷ്ടംപോലെ സമയമുണ്ട്. നമുക്ക് ഉച്ചക്കത്തേക്ക് മതി ഫുഡ്. അപ്പോൾ കുറച്ചൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും പരിപാടി തുടങ്ങിയാൽ മതി. സോ റിലാക്സ്. അല്ലാതെ ഇപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ ജസ്റ്റ് ചെയ്യാം. ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കാനുണ്ട്, അത് ചെയ്യാം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് എന്നിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ടൈം ഒരു 10:10 ആയിട്ടുണ്ട്. 10:10 നല്ല ടൈം അല്ലേ? അപ്പോൾ ഞാനിവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ്. ഇത് ഒരുപാട് ടൈമൊന്നും വേണ്ട, നമുക്ക് കഴിക്കുമ്പോൾ ഒരു 1 o'clock കഴിക്കാനാണെങ്കിൽ ഒരു 12-11:30 ഒക്കെ ആകുമ്പോൾ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ട. പിന്നെ ഈ റൈസ് ബസ്മതി റൈസ് ഞാനിപ്പം ജസ്റ്റ് 1 ഗ്ലാസ്, ഞാൻ അളക്കുന്ന ഒരു ഗ്ലാസ്സിനകത്ത് 1 കപ്പ് ബസ്മതി റൈസ് ഇട്ടു. തിളയ്ക്കുന്ന വെള്ളത്തിലോട്ടാണ് ഞാൻ ബസ്മതി റൈസ് കഴുകി ഒരു അരമണിക്കൂർ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടാണ് ഇട്ടത്. അപ്പം ഇതിനകത്തോട്ട് ഇനി എന്താ ചെയ്യാം, ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും, എൻ്റെ കയ്യിലുള്ളത് എന്താണ് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ കുറച്ച് ഓയിലും കൂടെ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് നന്നായിട്ട് ഒരുപാട് വേവേണ്ട, ഒരു 80% വെന്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പം നല്ല തിളയ്ക്കുന്ന വെള്ളത്തിനകത്തോട്ടാണ് ഞാൻ റൈസ് ഇട്ടത്. അപ്പം നല്ല തിള വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ തീ കുറച്ച് വെക്കുക. ആൻഡ് ഇത് നമുക്ക് നോക്കാം, കറക്റ്റ് എനിക്ക് ടൈം അറിയില്ല, പക്ഷേ നോർമലി റൈസ് വേവുന്ന അത്രയൊന്നും ടൈം വേണ്ട. പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് 3 എഗ്ഗാണ്. 3 എഗ്ഗ് ഞാനിങ്ങനെ എടുത്ത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ദെൻ ക്യാരറ്റ് ഞാൻ കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒനിയൻ ആൻഡ് ഇത് കോളിഫ്ലവർ ആണ്. ഇത് കൂണ് ആൻഡ് വെളുത്തുള്ളി. ബിക്കോസ് ഇപ്പം ഞാൻ കണ്ട വീഡിയോയിൽ അവർ ചെയ്യുന്നത് ക്യാപ്സിക്കം ആൻഡ് ബീൻസ് ഒക്കെയാണ്. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഇടാമെന്ന് ഞാനങ്ങ് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കൂണും കുറച്ച് കോളിഫ്ലവറും ഒക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. എന്ത് ടേസ്റ്റ് എന്താവുമെന്ന് എനിക്കറിയില്ല, എന്തായാലും കുഴപ്പമില്ലായിരിക്കും. പിന്നെ കുറച്ച് സോസ് ഒഴിക്കാൻ പറയുന്നുണ്ട്, സോയാ സോസ് ആൻഡ് ചില്ലി സോസ് ഒക്കെയാണ്. നമ്മുടെ കയ്യിലുള്ളത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് സോസൊക്കെ നമുക്ക് ഒഴിച്ച് നോക്കാം. ഇതൊരു പരീക്ഷണമാണ്. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ ഫ്ലോപ്പ് ആവും. നമുക്ക് കണ്ടറിയാം എന്താ സംഭവിക്കുന്നതെന്ന്. സോ ഈ അരി വെന്ത് കഴിയുമ്പോൾ ഞാനിത് ഊറ്റിയിട്ട് ഞാനൊരു പരന്ന ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കും. ആൻഡ് അത് ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് റൈസ് ഉണ്ടാക്കുന്നതാണ് നല്ല, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞു പോവും. ഓക്കെ, അപ്പം ഞാൻ ഈ അരി വെന്ത് ഊറ്റി ഒരു
പരന്നൊരു പ്ലേറ്റിലിട്ട് ഒന്ന് ഉണക്കി മീൻസ് ഈർപ്പം ഒന്ന് പോയിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നമ്മുടെ ബസുമതി റൈസ് വെന്തിട്ടുണ്ട്, ഒരു 80% വെന്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മീൻസ് ആ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവി പറക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ചൂട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം. മീൻസ് ഇതുപോലെ എടുത്താൽ നമ്മൾ ചീനച്ചട്ടിയിലിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ ഇതങ്ങ് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ആവി പോയി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ കുക്കിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ടുള്ള അരി അതിൻ്റെ ചൂട് പോയിട്ടുണ്ട്. ഒരു ഹാഫ് ആൻ അവർ ടൈം എടുത്തെന്ന് തോന്നുന്നു. അതിനിടയിൽ ഞാനൊരു റീൽസ് ചെയ്യാൻ പോയി. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് ഈ പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അവർ കടായി അങ്ങനെയുള്ള പാത്രത്തിൽ വേണം ഉണ്ടാക്കാൻ, ബട്ട് നമ്മുടെ കുഞ്ഞു പാത്രം. സോ റൈസ് കുറച്ചുണ്ട്. അപ്പം നമുക്ക് മുട്ട ഒഴിച്ചിട്ടിങ്ങനെ, അപ്പം ഞാൻ ക്യാമറ ഒരു സൈഡിൽ വെച്ചിരിക്കുകയാണ്. എനിക്ക് ഈ ക്യാമറയുടെ കൂടെ എടുത്ത് ചാടാനൊന്നും പറ്റത്തില്ല, കാരണം ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഫുൾ സെറ്റ് ചെയ്തിട്ട് അവസാനം കാണിച്ചു തരാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ച് കാണിച്ചു തരാം. എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നമ്മൾ പാന് ഓൺ ചെയ്തിട്ടുണ്ട്. ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് മുട്ട അതിനകത്ത് ഇളകി വരാനായിരിക്കും. അത് നമുക്ക് 3 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതാണ് ജസ്റ്റ് നമ്മൾ ആദ്യം ഇത് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മുടെ പാൻ ചൂടാവട്ടെ. റൈസ് കറക്റ്റ് വേവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതിൻ്റെ റൈസ് ഇങ്ങനെ തിന്നാം. എനിക്ക് നോർമൽ ചോറിനേക്കാൾ ഈ റൈസാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. കുറച്ച് എണ്ണ ഒഴിക്കുന്നു. മീൻസ് ചട്ടിയിൽ നിന്ന് മുട്ട ഇളകി വരണമല്ലോ. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്തേക്കാം. പൊട്ടിയൊക്കെ തെറിക്കുന്നുണ്ട്, വെള്ളം ഉണ്ടായിരുന്നു. പൊട്ടിക്കറി കഴിയുമ്പോൾ നമുക്ക് 3 മുട്ട അതുപോലെ ഒഴിക്കാം. ഇതിനകത്തോട്ട് മുട്ടയിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അപ്പം കുറച്ച് ഉപ്പ്. പൊടിക്ക് കൂടിപ്പോയെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. കുറച്ച് കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. ദെൻ നമ്മൾ ഇങ്ങനെ ചിക്കി മുട്ട സ്ക്രാമ്പിൾ ചെയ്യുക എന്ന് പറയും. നമ്മൾ ചിക്കി എടുക്കാം. മുട്ട ഒന്നുമില്ല. ഇത് ശരിക്കൊരു ചൈനീസ് ഡിഷാണ് ഇത്, നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ നോർമലി ചെയ്യുന്നത് നല്ല ചൂടോടെയാണ്, നല്ല ചൂടായിട്ടാണ് അവർ സാധനം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. ആൻഡ് ഇത് അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എല്ലാം നമ്മൾ വളരെ അടുത്തെടുത്ത് വെച്ചിട്ട് മാത്രമേ നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങാവുള്ളൂ, അല്ലെങ്കിൽ തേഞ്ഞു പോകും. ഇതിന് മുന്നേയുള്ള ആദീസ് കിച്ചൺ കണ്ടവർക്ക് അറിയാം, മുട്ട. അപ്പൊ ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. സോ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയുണ്ട്, ഞാൻ കഴിക്കും. ഇനി നമുക്ക് വീണ്ടും ഈ പാനിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിക്കാം. ബിക്കോസ് ഇതിനകത്തുള്ള എണ്ണയെല്ലാം പോയി. ഒരു പൊടിക്ക് എണ്ണ ഒഴിക്കാം, ബിക്കോസ് നമുക്കിതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല, അത് മറ്റൊരു കാര്യം. കാരണം വെജിറ്റബിൾസ് ഒരുപാട് കുക്ക് ആവേണ്ട കാര്യമില്ല.
അപ്പോൾ ആദ്യം നമുക്ക് എണ്ണ ഓൾറെഡി പാൻ ചൂടാണല്ലോ, അപ്പോൾ എണ്ണ ചൂടാകാൻ ഒരുപാട് സമയം വേണ്ട. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ എല്ലാ വെജിറ്റബിൾസും കണ്ടില്ലേ, ഇതെന്താ വെളുത്തുള്ളി, ആൻഡ് ഇത് നമ്മുടെ കോളിഫ്ലവർ ആണ്, കൂണ്, കോളിഫ്ലവർ ആൻഡ് ഇത് ഒനിയൻ ആണ്, ആൻഡ് കുറച്ച് ക്യാരറ്റും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഓരോന്നോരോന്നായിട്ട് ഇടുന്നു, നന്നായിട്ട് ഇളക്കുന്നു. ആ നല്ല ചൂടോടെ അത് ഇളക്കി ഒന്ന് ഇതായി കുറച്ച് ഇതിനകത്തോട്ട് നമുക്ക് ഇത് ഒഴിക്കാം, കുറച്ച് ഉപ്പിടാം ആൻഡ് കുറച്ച് സോസ് ഒഴിക്കാം. നമുക്ക് ബീൻസ് ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം. നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചേർക്കാത്തത്. നോർമലി നമ്മൾ അതൊക്കെയാണ് ഫ്രൈഡ് റൈസിൽ കാണുന്നത്. ഇത് പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് തീ കുറച്ച് കൂട്ടി തന്നെ വെക്കുക, കുറയ്ക്കണ്ട. ആൻഡ് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. വെജിറ്റബിൾസിൽ ഇനി നമ്മൾ ഉപ്പിടില്ല. റൈസിൽ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് മുട്ടയിൽ നമ്മൾ ഉപ്പിട്ടു. ആൻഡ് വെജിറ്റബിൾസിന് വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം. നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കാണത്തില്ലേ, ഇവര് റൈസ് ഇട്ടിട്ട് ഇവർ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കും, അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവമാണ് ആക്കുന്നത്. ബിക്കോസ് ഈ റൈസ് ഉടഞ്ഞു പോവാതിരിക്കാനാണ് അവരത് ചെയ്യുന്നത്. നമുക്കിപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ആക്കാൻ അറിയാം. ഒന്ന് നോക്കാം അങ്ങനെയൊക്കെ ആക്കാൻ പറ്റുമോ. അല്ലെങ്കിൽ റൈസ് ഉടയാത്ത പോലെ ഇളക്കി മറിച്ചിട്ട് കൊടുത്ത് വേണം നമ്മൾ ആ ഒരു സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. എന്നാലും വെജിറ്റബിൾസ് കളർഫുൾ ആയിട്ടുള്ളത്, കാരണം ക്യാരറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഒരു രസമുണ്ട്. ഇത് പക്ഷെ പച്ച കുക്കാവേണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നാലും നമുക്കിത് കഴിക്കാനുള്ളതായതുകൊണ്ട് ഒന്ന് കുക്ക് ആവട്ടെ അല്ലേ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് കുറച്ച് നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ നമുക്കൊരു സോസ് ഉപയോഗിക്കാം. ഇത് ഞാൻ കുഴിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ് സോസ് തിന്ന് തീർക്കുന്നത്. ഇതിൽ എനിക്ക് ആദ്യം കുറ്റം പറയാൻ പറ്റില്ല. ടൊമാറ്റോ കെച്ചപ്പ് ഇത് നമ്മൾ കുറച്ച് ആഡ് ചെയ്യാം. ബിക്കോസ് ചില്ലി സോസ് അല്ലെങ്കിൽ വേറെ എന്തോ സോസൊക്കെയാണ് അവർ പറയുന്നത്. എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസേ ഉള്ളൂ. ആൻറ്റി ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ടും ഞാൻ വെച്ച് കുറച്ച് സോസ് ആഡ് ചെയ്യാം. ഇത് കഴിക്കാനും കുറച്ച് സോസ് വേണം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഏറെക്കുറെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് എഗ് ആഡ് ചെയ്യണം, സോസ് ആഡ് ചെയ്യണം. സോസ് കുറച്ച് ആഡ് ചെയ്യാം അല്ലേ. സോസ് ആഡ് ചെയ്യാം. നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് നമ്മുടെ എഗ് ആഡ് ചെയ്തു. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യട്ടെ. പെപ്പർ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തായിരുന്നു അല്ലേ, ഷുഗറിൻ്റെ കൂടെ എഗ്ഗിൻ്റെ കൂടെ കണ്ടാണ് നന്നായിട്ടുള്ളത്. കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ശരിക്കും ഫ്രൈഡ് റൈസിൻ്റെ ഒരു സംഭവം വരുന്നുണ്ട്. സോസ് ആഡ് ചെയ്തായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ റൈസ് ഇപ്പം പറ്റി പിടിച്ചിട്ടേ ഇല്ല. ബിക്കോസ് ഞാൻ സക്സസ് ആവുമെന്ന് വിചാരിച്ചില്ലേ, എനിക്കത് അത്ഭുതമാണ്. കുറച്ച് റൈസാണ് കുറച്ചുകൂടെ ഞാൻ ആഡ് ചെയ്യാനായിരുന്നു തോന്നുന്നു. റൈസ് കുടിക്കുന്നത് കൂടി നമ്മളത് മച്ചിട്ട് കൊടുക്കുക.
പെർഫെക്റ്റ്. ഒന്നും ചെയ്യണ്ട, ഓഫ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ലുക്സ് ലൈക്ക് ഫ്രൈഡ് റൈസ് പോലെ തന്നെയുണ്ട്, പ്രശ്നമൊന്നുമില്ല. ഫ്രൈഡ് റൈസ് ഞാനൊരു വൈറ്റ് ബൗളിലൊക്കെ ആക്കി കുറച്ച് സോസൊക്കെ നടുക്കൊഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടായിരിക്കും. കൊള്ളാം. റൈസ് ഒരു പൊടിക്കൊരു നമുക്ക് റെസ്റ്റോറൻറ്റ് കിട്ടുന്ന ആ ഒരു പെർഫെക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു പോയിട്ടില്ല. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ദ പ്രോബ്ലം മിസ് പൊതുവെ നമ്മൾ ഈ റൈസ് ഉണ്ടാക്കി, ഇപ്പം നമുക്ക് ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെങ്കിൽ തലേന്നെ റൈസ് എടുത്ത് ഫ്രിഡ്ജിൽ റൈസ് നമ്മൾ വേവിച്ച് ഫ്രിഡ്ജിൽ ഇതുപോലെ നമ്മളൊന്ന് ഈർപ്പം കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക. നെക്സ്റ്റ് ഡേ ഇത് എടുത്തു വെച്ച് കുക്ക് ചെയ്താലാണ് ഏറ്റവും അടിപൊളിയായിട്ട് കിട്ടുന്നതെന്ന് ഞാൻ കണ്ടു. അപ്പം അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യുമ്പോൾ ഇത്രയും മതി. നമുക്ക് നൈറ്റ് കഴിക്കാനും ഫ്രൈഡ് റൈസ് ഉണ്ട്. സോ ഇത് ആസ്വദിച്ച് കഴിച്ചിട്ട് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. ഞാനൊരു അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നുണ്ടായിരുന്നല്ലോ ബെല്ലാറ്റോ ചോക്ലേറ്റോ, വേറൊരു ടേസ്റ്റുള്ള ചോക്ലേറ്റ്. എനിവേ ദെൻ അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഇപ്പം ടൈം 4 o'clock എന്തോ ആയി കഴിഞ്ഞു, 4 കഴിയും. അപ്പം ഇനി പരിപാടി എന്ന് വെച്ചാൽ നമ്മളിപ്പം പുതുതായിട്ട് നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാറുണ്ട്. സോ നമ്മളിവിടെ അങ്ങ് തൂക്കും, വിളക്ക് കത്തിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യും. അതിന് മുന്നേ നമ്മൾ കുളിക്കും. പിന്നെ ഐ തിങ്ക് കുറച്ച് ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കാനുണ്ട്. ഞാനത് ചെയ്തില്ലായിരുന്നു. കുറച്ച് ഡ്രസ്സ് അയൺ ചെയ്ത് വെച്ചിട്ട് ബാക്കി ഇതൊക്കെ മാറ്റി വെച്ച് ഇവിടെയൊക്കെ തൂത്ത് വിളക്ക് കത്തിച്ച് കുളിച്ച് വിളക്ക് കത്തിച്ച് പിന്നെ അങ്ങനെ നമ്മൾ ഈവനിങ് ആയി, വിളക്ക് കത്തിച്ചു. ഇനി നമുക്ക് ഒരു ചെറിയൊരു ഫങ്ഷൻ, ഒരു ഹൗസ് വാമിങ് ഓൾറെഡി കഴിഞ്ഞു. എൻ്റെ അതിന് അവർ ഒരു ഗെറ്റ് ടുഗദർ പോലെ ഒരു ഫങ്ഷൻ വെക്കുന്നുണ്ട്. അപ്പം എനിക്കവിടെ ആരും അറിയില്ല, ഞാനിവിടെ പുതിയ ആളാണ്. അതുകൊണ്ട് ഇന്ന് അവിടെ പോയിട്ട് കുറേ പേരെ പരിചയപ്പെടാം. സോ നമ്മൾ ആ പരിപാടിക്ക് പോകാൻ റെഡി ആവുകയാണ്. ആദ്യം വന്നിട്ടില്ല, ആദ്യം വരുന്നു, റെഡിയാവുന്നു, പോകുന്നു. അതാണ്. ഇനിയിപ്പം കുറച്ച് സൗദി കാഴ്ചകൾ, പുറത്തുള്ള കാഴ്ചകൾ കൂടി ഞാനിന്ന് കാണിച്ചു തരാം. വി ആർ റെഡി ടു ഗോ. ആർ യു റെഡി? Yeah. For what? Sadish Shetans. Housewarming. Okay. നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് അക്ഷയ് വരും. അക്ഷയ് ആരാണ്? അക്ഷയ് ആദിഷിന്റെ ഫ്രണ്ടാണ്. യെസ്. ഇവിടെ ഈ ബിൽഡിങ്ങിലാണ് നമ്മുടെ വീട് വരുന്നത്. ദിസ് ഈസ് ബിൽഡിംഗ്. ഇതാണ് നമ്മളുടെ ഫ്ലാറ്റ് നിൽക്കുന്ന ലൊക്കാലിറ്റി അല്ലേ. ഇവിടെ നമ്മളുടെ നാട്ടിലെ പോലെ കാർ പോർച്ചൊന്നുമില്ല. റോഡ് സൈഡിൽ എല്ലാവരും വണ്ടി ഇങ്ങനെ കൊണ്ടുവന്നിടും. കാർ പോർച്ചൊക്കെ ഉണ്ട്, വേറെ കാർ പോർച്ചൊക്കെ എവിടെയൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ല.
അങ്ങനെ അക്ഷയ് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്നു. നമ്മുടെ സ്വന്തം സതീഷേട്ടന്റെയും ഷീത ചേച്ചിയുടെയും പുതിയ വീടിന്റെ ഹൗസ് വാമിംഗ് ഫംഗ്ഷന് കൂടാനായിട്ടാണ് നമ്മൾ ഈ പോകുന്നത്. ഒരു ഗെറ്റ് ടുഗദർ പോലെ ഒരു പരിപാടി. ഞാൻ അവിടെ ന്യൂ മെമ്പർ ആണ് കേട്ടോ. ഞാൻ സൗദിയിൽ വന്നിട്ട് 1 മന്തല്ലേ ആവുന്നുള്ളൂ. സോ ഇതുപോലൊരു ഗെറ്റ് ടുഗദർ ഫസ്റ്റ് ടൈം ആണേ. നമ്മുടെ കസിനാണ് നമ്മുടെ കസിനാണ് വലിയ ബ്ലോഗറാണ്. വലിയ ബ്ലോഗർ സ്പെഷ്യൽ ഇറക്കുമതിയാണ്. ഹായ്. ആദിശ് ഇവിടെ അതിക്രമിച്ച് കയറി അവരുടെ ഫ്രിഡ്ജൊക്കെ തുറക്കും. ഇഷ്ടംപോലെ മുട്ടയുണ്ട്. അടിച്ചു മാറ്റുന്നവരോട്. വേറൊരു നാട്ടിൽ വന്നിട്ട് കുറേ മലയാളീസിനെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. ഞാൻ അവിടെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാനുള്ള തിരക്കിലായിരുന്നു. അങ്ങനെ വ്ളോഗൊക്കെ മറന്നേ പോയി. കുറേ നല്ല വൈബുള്ള ആളുകൾ, എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, സംസാരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. പിന്നെ കുട്ടികളുടെ ഒരു പ്രത്യേക ഒരു ഗ്യാങ്. ഞാൻ കുറേ ടൈം ആ ഗ്യാങ്ങിലായിരുന്നു. അത് വേറെ തന്നെ ഒരു വൈബാണല്ലോ. എന്നിട്ട് ഇടയ്ക്ക് സതീഷേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ചു പേരെ വിളിച്ചുള്ളൂ. എന്നിട്ട് തന്നെ വീട് നിറച്ച ആളുകളായിരുന്നു. വീട് കാണിച്ചു തരാൻ പോലും പറ്റാത്ത രീതിയിൽ നിറച്ച ആളുകളും ബഹളവും വൈബോട് വൈബായിരുന്നു. അത് യൂണിക്കോൺ അല്ല. ഹായ് ഗൈസ്. നല്ല ഫുഡായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീ കഴിച്ചോ? കഴിച്ചില്ലേലും പറ. കഴിക്കാൻ പോവുക. പറഞ്ഞ പോലെ തന്നെ ഫുഡ് അടിപൊളിയായിരുന്നു. നെയ്ച്ചോറും ചിക്കനും ബീഫും സാലഡും അച്ചാറും പപ്പടവും അപ്പവും പൊറോട്ടയും ഐസ്ക്രീമും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളും കഴിച്ചു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബോയ്സ് റമ്മി കളിക്കാൻ തുടങ്ങിയിട്ട്, നമ്മുടെ നാട്ടിലെ ചീട്ടുകളി. ആൻഡ് ഗേൾസ് ടോക്കിംഗ് ബ്ല ബ്ല ബ്ല. അങ്ങനെ സമയം ഒരു 1 മണി 2 മണിയാണ്. രാത്രിയല്ല രാവിലെ. അങ്ങനെ ആൾക്കാർ ഇവരിതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്കൊരൊറ്റ തുറക്കം വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പതിയെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഭയങ്കര രസമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ആദ്യമായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ ആണ്. സോ അത് ഞാൻ എന്നും ഓർക്കും. താങ്ക് യു സതീഷേട്ട ഫോർ ദിസ് ഒരു അടിപൊളി ദിവസത്തിന്, നല്ല ഫുഡിന്. ആൻഡ് അങ്ങനെ ഞങ്ങളെ അക്ഷയ് തന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിലെത്തിച്ചു. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് സീ യു അഗെയിൻ. ബൈ.